രാമൻ പ്രിയപ്പെട്ടവരുടെ രാമേട്ടൻ ഇതാ വരികയാണ്. പതുക്കെ പതുക്കെ ഈ ഗോപുര നടക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അതാ കാണാം നമുക്ക് രാമന്റെ മനോഹര ദൃശ്യങ്ങൾ ഓരോരോ ഭാഗങ്ങളായി ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ചെമ്പുക്കാവ് ഭഗവതിയുടെ കോലവും ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. രാമൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക് ജനം പൂരനഗരിയെ ആവേശത്തിലാക്കി പൂരനഗരിയിൽ തന്നെ കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് തെച്ചിക്കോട്ട് ഗൗരാമേന്ദ്രൻ കടന്നു വരികയാണ്. എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരുടെയും കൈകളും എല്ലാം ഒരേ ദിശയിലേക്ക് മാത്രം നീണ്ടിരിക്കുന്നു. തെച്ചിക്കോട്ട് ഗൗരാമേന്ദ്രൻ ഗോപുര നട കടന്ന് ഇതാ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ആളുകൾ ഒരേപോലെ പകർത്തുകയാണ് ദൃശ്യം. ആളുകളുടെ ആരവങ്ങളിൽ രാമൻ 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 എന്ന് രാമൻ മാത്രം ഉയർന്ന് വിളിച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി നിൽക്കുന്നു. അതാ എല്ലാവരും കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുര നട തുറന്ന് ചെമ്പുക്കാവ് ഭഗവതിയുമായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും മനോഹരമായ കാഴ്ച ഇത് രാമൻ വെടിക്കെട്ട് നമ്മളെ സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് തോന്നുന്നത്. രാമന്റെ കൂടെയുള്ള ആനയാണ് അല്ലേ? ഒന്ന് കാണട്ടെ. പൂർണ്ണമായി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാമനല്ല എന്ന് ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. കാരണം രാമനെ അറിയുന്ന കാരണം നമുക്കിവിടെ നിന്ന് പൂർണ്ണമായും കാണാൻ പറ്റില്ല. രാമനല്ല, അതായത് ദേവതകളുടെ എഴുന്നള്ളിപ്പ് വന്നിട്ട് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്ത് വരുന്ന ഘടകപൂരങ്ങളുടെ വേറൊരു ഇത് രാമനല്ല. രാമൻ വരുന്നേ ഉള്ളൂ. ഇതുവരെയുള്ള മുഴുവൻ ആരവങ്ങളും മാറുകയാണ്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും പ്രതീക്ഷിച്ചിരുന്നത്, ഇവിടെയുള്ള എല്ലാവരും കാത്തിരുന്നത് രാമനാണ് എന്നുള്ളതായിരുന്നു. രാമനെന്ന് വിളിച്ചുകൊണ്ട്, അതായത് എന്താണ് അനുഭവം ഇവിടെ സംഭവിക്കുന്നത്? പലപ്പോഴും ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ സാമ്പിൾ വെടിക്കെട്ട് പോലെ കണ്ടാൽ മതി. ഇനി വരാൻ പോകുന്ന വെടിക്കെട്ടിനെ മുമ്പ് സാമ്പിളായിട്ട് കൂട്ടിയാൽ മതി. അതായത് എന്തൊരു ഭയങ്കര എന്താ പറയുക, ഇവിടെയുള്ള മുഴുവൻ നമ്മുടെ കണ്ണുകളിലേക്ക് ആനയുടെ മസ്തകമൊക്കെ കണ്ടാലാണ് കൃത്യമായി മനസ്സിലാക്കാൻ മനസ്സിലാവാനിട്ടാണ്. അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ മനസ്സിലായത് രാമനല്ലെന്ന്. അതുകൊണ്ട് അവരൊരു ആനയുടെ പടം എടുത്തു എന്നുള്ള മട്ടിൽ നിന്നതാ. ഈ മോഹൻലാൽ വരും എന്ന് പറഞ്ഞ മറ്റേ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, കോട്ടയം കുഞ്ഞിച്ചന്റെ ഡയലോഗ്. ചെറുതായി ജോഷി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് തുടരുന്നോ? ഇനി ഒന്നും നോക്കണ്ട. നല്ലത് ഇടവേള എടുക്കുകയാണ്. പാലക്കാടുകാരെ ആനപ്രേമിയായ ശ്രീജ ശ്യാമിന് മനസ്സിലായോ എന്തോ രാമനല്ലായിരുന്നു എന്ന്? എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ കണ്ടാൽ ഈ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ശരി, ജാമ്യം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഒരു ഇടവേളയ്ക്ക് പെട്ടെന്ന് പോകണം. ഉടൻ തന്നെ രാമൻ വരും. രാമന്റെ ആളുകളോട് തനേഷ് വിളിച്ച് ചോദിച്ചിരുന്നു. രാമൻ വൈകാതെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇല്ലേ? എത്ര സമയം എടുക്കും? ഈ കൊട്ടിന്റെ